ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുന്നു. എന്താണ് ഈ വചനത്തിന്റെ പിൻപിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. 1, നിങ്ങൾ നീതിമാനായിരിക്കണം. 2, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. നീതിമാൻ എന്ന വാക്കിനെ ഞാൻ തൊടുന്നില്ല, കാരണം അതിനുള്ള സമയം ഇപ്പോൾ എടുക്കുന്നില്ല. പരിശുദ്ധാത്മാവോട് എഴുതിയിരിക്കുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ധാരാളം പേരുണ്ട്. ധാരാളം പേര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ തോളിൽ തൊട്ടുകൊണ്ട് ദൈവം സംസാരിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടിയുണ്ട്. സെഖരിയാവിനോട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ധൂപപീഠത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ വന്ന് പറയുക, സെഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ കാതുകളിൽ എത്തിയിട്ട് നിന്റെ പ്രാർത്ഥനാ മുറിയിലോ, നിന്റെ ജോലി സ്ഥലത്തോ, നിന്റെ ബെഡ്റൂമിലോ എവിടെയെങ്കിലും നീ ഒരു ശബ്ദം കേൾക്കുവാൻ പോകുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കാരണം ദൈവം സംസാരിക്കുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ കാതുകളിലെത്തി. ഒരിക്കലൊരു രാജാവിനോട് പ്രവാചകൻ ചെന്ന് പ്രവചിക്കുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കുവാൻ പോകുകയാണ്. ആ രാജാവ് ദൈവത്തിന് വേണ്ടി ചെയ്തത് രാജകൊട്ടാരത്തിന്റെ ഭിത്തികളിൽ എഴുതിയിട്ടിരിക്കുകയാണ്. അവിടോട്ട് കൈമലർത്തിയ ഒരു ഒറ്റ നിലവിളി ദൈവത്തോട്, കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ചെയ്തത്, നടന്നത്, വിശ്വസിച്ചത്, പ്രാർത്ഥിച്ചത് ഓർക്കണമേ. ദൂത് പറഞ്ഞ പ്രവാചകൻ നടുമുറ്റം വിടും മുമ്പ് പ്രവാചകന് ദൂത് കൊടുത്തു, നീ തിരിച്ചു എന്ന് പറയണം. നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ കൂട്ടിയിരിക്കുന്നു, അടുത്ത 15 വർഷം നീ മരിക്കത്തില്ല. എന്താണ് ഇവിടുത്തെ സന്ദേശം? പ്രാർത്ഥന ദൈവത്തിന്റെ കാതുകളിൽ എത്തുവാൻ സെക്കൻഡുകൾ മതി. മറുപടി നിന്റെ മുമ്പിൽ എത്തുവാനും സെക്കൻഡുകൾ മതി. നീ ഒരു മറുപടിയോട് അടുക്കുക, ഒരു ദൈവശബ്ദത്തോട് അടുക്കാൻ പോകുക. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, ദൈവത്തിന്റെ കണ്ണ് ഞങ്ങളുടെ മേലുണ്ട്, ദൈവത്തിന്റെ കാത് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ കണ്ണുകൾ ഉണ്ടെന്നും പിശാച് എത്ര ശ്രമിച്ചാലും ഞങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുന്നെന്നും ഞങ്ങൾക്ക് ഉടനെ മറുപടി ഉണ്ടെന്നും, ഹല്ലേലൂയ. നബി തന്ന സന്ദേശത്തിന് നന്ദി. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കാത് തുറന്നിരിക്കും. ഗോഡ് ബ്ലസ് യു.